സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒന്നാണ് ബീഫ് കഴിക്കുന്നതിനെക്കുറിച്ചാണ് ഒരു ചർച്ച നടക്കുന്നത്. അപ്പോൾ പൊതുവേ BJP പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അത് ബീഫ് കഴിക്കാൻ പാടില്ല, പശു നമ്മളെ അമ്മേനെ പോലെ കരുതണം എന്നൊരു സംസാരമുണ്ട്. അതുകൊണ്ട് തന്നെ അഖിലേട്ടനോട് ചോദിക്കണം, അഖിലേട്ടൻ ബീഫ് കഴിക്കാറുണ്ടോ? ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് അഖിലേട്ടൻ്റെ അഭിപ്രായം എന്താണ്? അത് നിങ്ങളുടെ ഒരു അബദ്ധധാരണയാണ്. BJPക്കാർ ബീഫ് നിങ്ങളെന്ന് പറയുന്നത് പശുവിനെ കഴിക്കാത്ത ഒരുപാട് പേരെ എനിക്കറിയാം. എൻ്റെ അമ്മായിയമ്മ ഒരു BJPക്കാരിയല്ല, ഒരു കോൺഗ്രസ്സുകാരിയാണ്. അവർ ബീഫ് കഴിക്കാറില്ല. അത് പശുവിനെ കഴിക്കാറില്ല. അല്ലാതെ ഇപ്പം ഞാൻ ഒരുപാട് പോത്തും ബീഫും ഒക്കെ കഴിച്ചുകൊണ്ട് യൂറിക് ആസിഡ് കൂടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ശാരീരികമായിട്ടുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആഹാരം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. ഇവിടെ എൻ്റെ അറിവിൽ അതൊക്കെ ഇവിടെ അനാവശ്യമായിട്ടുണ്ടാക്കുന്ന കുറേ വിവാദങ്ങളാണെന്നേ. ഇപ്പോൾ എൻ്റെ അറിവിൽ എങ്ങനെ എവിടെ പോയിട്ടാണ് നിങ്ങൾ ബീഫ് കഴിക്കുന്നത്? ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് BJPക്കാർ പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ബീഫ് കഴിക്കരുതെന്ന്? ഉത്തരേന്ത്യയുടെ കൾച്ചർ വേറെയാണ്, നിങ്ങളത് മനസ്സിലാക്കും. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ തോക്കേന്തിയ ബ്രിട്ടീഷുകാരനോട് പോരാടിയ ഒരു ജനതയുടെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് അന്ന് പശുവിൻ്റെ നെയ്യ് പുരട്ടിയ തിര കടിച്ചു വലിക്കാൻ വേണ്ടി ഹിന്ദുക്കളോട് ആവശ്യപ്പെട്ടതും പന്നിയുടെ നെയ്യ് പുരട്ടിയ തിര കടിച്ചു വലിക്കാൻ വേണ്ടി മുസ്ലിങ്ങളോട് ആവശ്യപ്പെട്ടതുമാണ്. അതായത് പശുവിൻ്റെയും പന്നിയുടെയും പേരിൽ 1857 ബ്രിട്ടനെതിരെ പോരാടിയ ഒരു ജനതയുള്ള ഒരു പ്രദേശത്ത് 2025 നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ടോ അല്ല 2014 മോദി വന്നതൊന്നും കൊണ്ടുണ്ടായ പ്രശ്നങ്ങളല്ല ഇത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ള പാർട്ടിക്കാർ എവിടെങ്കിലും ഈ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നടക്കുന്ന ഒരു പ്രശ്നത്തെ ഈ 130 കോടി വരുന്ന ജനങ്ങൾക്കിടയിൽ മൊത്തവും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് വലുതാക്കി മനുഷ്യനെ ഭിന്നിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ എവിടെയും ഒരു പ്രശ്നമുണ്ടോ ഈ രാജ്യത്ത് മുസ്ലിംസിന് പ്രശ്നമുണ്ടെങ്കിൽ അത് റിയലായിട്ട് അഡ്രസ്സ് ചെയ്യണം. പക്ഷേ ഇല്ലാത്ത പ്രശ്നം ഉണ്ടെന്ന് വരുത്തി തീർത്ത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കലല്ല മതേതരത്വം.